അസ്സലാമലൈക്കും. വിശേഷ ദിവസങ്ങളെ കളറാക്കാൻ പറ്റുന്ന നല്ലൊരു പൈനാപ്പിൾ പുഡിങ്ങിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ പുഡിങ്ങിനായിട്ട് ഒരു പൈനാപ്പിൾ മുഴുവനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക. ഇതുപോലെ ഈ പൈനാപ്പിൾ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഇതൊരു പാനിലേക്ക് മാറ്റുക. 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഈ പുഡിങ്ങിൽ ഉപയോഗിക്കുന്ന പൈനാപ്പിൾ ഉണ്ടല്ലോ, ഇത് വേവിക്കാതെയും ഉണ്ടാക്കാൻ കേട്ടോ. പക്ഷെങ്കിൽ അത് അപ്പോഴേ തീർക്കണം. കുറച്ച് സമയം വെച്ചുകൊണ്ടിരുന്നാൽ പൈനാപ്പിളിന് കയ്പ്പ് രസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ ഇവിടെ വേവിച്ചാണ് ചേർക്കുന്നത്. പഞ്ചസാര മെൽറ്റായി വരുന്നതോടുകൂടി ഇതിലെ വെള്ളത്തിന്റെ അളവും കൂടി വരും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതിലെ വെള്ളം പാടെ വറ്റിച്ചെടുക്കണം. എന്നാലോ വെന്ത് കുഴയാനും പാടില്ല കേട്ടോ. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് വേറൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ പുഡിങ്ങിലേക്കായിട്ട് ചൈന ഗ്രാസ് എടുക്കുന്നുണ്ട്. 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് സോക്കിനായിട്ട് മാറ്റി വെക്കുക. ഇനി പുഡിംഗ് ട്രേയിലേക്കായിട്ട് നമ്മൾ വേവിച്ചു വെച്ച പൈനാപ്പിളിന്റെ പകുതി ഭാഗം നിരത്തി വെച്ച് കൊടുക്കുക. ഇത് ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി പുഡിങ്ങിനായിട്ടുള്ള പാല് തിളപ്പിക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു ടിന്നിന്റെ പകുതി, ചെറിയൊരു ടിന്നിന്റെ പകുതിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലെ നിറത്തിന് വേണ്ടിയിട്ട് അല്പം സാഫ്രോൺ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാഫ്രോൺ ഇല്ല എങ്കിൽ അല്പം യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. അതും ഇല്ല എങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്പം വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കുക. ഈ പാൽ നല്ലപോലെ ചൂടായി തിളക്കാൻ ഒരുങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ഇതിലേക്കായി ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഈ പാൽ തിളക്കുന്നതോടൊപ്പം ചൈന ഗ്രാസും മെൽറ്റായി വരും കേട്ടോ. നല്ലപോലെ തിളച്ച് പൊങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നേരത്തെ മാറ്റിവെച്ച പൈനാപ്പിൾ നിരത്തി വെച്ച പുഡിംഗ് ബൗൾ ഉണ്ടല്ലോ, ആ ബൗളിലേക്കായിട്ട് നമുക്ക് ഈ പാല് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. അരിച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിന്റെ വേസ്റ്റ് ഇതിന്റെ അടിയിലായിട്ട് തന്നെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. ഇത് ഒഴിക്കാതിരുന്നാൽ മതി. പിന്നീട് ഇതിന്റെ മുകളിലായിട്ട് വന്ന് നിൽക്കുന്ന ഈ കുമിള ഉണ്ടല്ലോ, ഇത് ഒരു സ്പൂൺ കൊണ്ട് എടുത്ത് മാറ്റാം കേട്ടോ. ഇനി ഇത് ചൂടാറി റൂം ടെമ്പറേച്ചറിൽ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പൈനാപ്പിളിന്റെ പകുതി ഭാഗമാണ് നമ്മൾ ട്രെയിൽ അടിയിലും അടിഭാഗത്തായിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഭാഗം ഞാൻ ഈ പൈനാപ്പിൾ പുഡിംഗ് റൂം ടെമ്പറേച്ചറിൽ എത്തിയതിനു ശേഷം ഇതിന് മുകളിലായിട്ട് കൊടുക്കാൻ നോക്കിയപ്പോൾ താഴ്ന്നു പോവാണ്. അതുകൊണ്ട് ഞാനിത് ഫ്രീസറിൽ 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ബാക്കി വന്ന പൈനാപ്പിൾ ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ച് അലങ്കരിക്കാം. ഞാൻ കുറച്ച് ചെറീസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി 4-5 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം മാത്രം എടുത്ത് ഉപയോഗിക്കുക. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഏത് ചെറിയ വലിയ പരിപാടിയാണ് ഉണ്ടാക്കാനും ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്ന നല്ലൊരു പൈനാപ്പിൾ പുഡിംഗ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.